കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നു. വാടക നൽകാത്തതിനാൽ ഇറങ്ങിക്കൊടുക്കാൻ ഉടമ ആവശ്യപ്പെടുന്നു. ശമ്പളം കിട്ടാതെ നരകിച്ച യുവതി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. പാലിയേറ്റീവ് കെയർ നഴ്സായ രജിത രാജാണ് ഭർത്താവുമൊത്ത് ആശുപത്രി വരാന്തയിൽ കുത്തിയിരുന്നത്. 2 മാസത്തിലേറെയായി രജിതയ്ക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. നിരവധി തവണ ആശുപത്രി മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് സാമ്പത്തിക ഞെരുക്കം അത്യന്തം രൂക്ഷമായതോടെയാണ് രജിത രാജ് ഇങ്ങനെയൊരു പ്രവൃത്തിക്ക് മുതിർന്നത്. നെടുമങ്ങാട് നഗരസഭയാണ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന രജിത രാജിന് ശമ്പളം നൽകേണ്ടത്. നഗരസഭ ഫണ്ട് നൽകിയില്ലെങ്കിൽ HMCക്ക് ഫണ്ട് അനുവദിക്കാവുന്നതുമാണ്. എന്നാൽ ഇരു കൂട്ടരും ഇവർക്ക് ശമ്പളം നൽകുന്ന കാര്യത്തിൽ ഒരു നടപടിയും എടുത്തില്ല. ഒടുവിൽ പോലീസ് എത്തി ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് ശമ്പളം നൽകാമെന്ന ഉറപ്പിന്മേലാണ് രജിത രാജും ഭർത്താവും ആശുപത്രി വരാന്തയിൽ നിന്ന് മാറിയത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.